Hello students, welcome back to Bosco Campus Vision. In the last session we discussed about breadth of the market or advanced decline index. So in this session we are moving on to the next market indicators, that is short interest and odd lot index. So before moving on to the next market indicator, that is short interest, we need to know what is short selling. Short selling refers to selling of shares that are not owned. A speculator often resorts to short selling when he feels that the price will fall in future. The bears are the short sellers who sell now in the hope of purchasing at a lower price in future to make profits. സോ ഇന്ത്യൻ ഗവൺമെൻറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റെഗുലേറ്ററി ബോർഡായ സെബിയും അനുവദിച്ചിട്ടുള്ള ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ ഷോർട്ട് സെല്ലിംഗ് മീൻസ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ദാറ്റ് ആർ നോട്ട് ഓൺഡ്. സോ നമ്മൾ പർച്ചേസ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ കൈവശമില്ലാത്ത ഷെയർസ് സെല്ല് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ബെയേഴ്സ് ആണ് ഈ ഒരു ഷോർട്ട് സെല്ലിംഗ് ആക്ടിവിറ്റിയിൽ കൂടുതലുമായും ഏർപ്പെടാറുള്ളത്. ബിക്കോസ് ബെയേഴ്സ് എപ്പോഴും പെസിമിസ്റ്റ് ആണ്, അവരൊരു ഫോൾ ഇൻ പ്രൈസ് ആഗ്രഹിക്കുന്നവരാണ്. സോ വില കൂടി നിൽക്കുന്ന സമയത്ത് ഷെയർസ് വിറ്റതിന് ശേഷം വില കുറയുന്ന സമയത്ത് തിരിച്ച് വാങ്ങുക, അതാണ് അവരുടെ ഉദ്ദേശം. സോ നമുക്കറിയാം ഇങ്ങനെ ഒരു മെക്കാനിസത്തിലൂടെയാണ് ബെയേഴ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. നോർമൽ ഒരു ബുള്ളിഷ് മാർക്കറ്റിനാണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആദ്യം വന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യും, അതിനുശേഷം പ്രൈസ് കൂടുമ്പോൾ അത് സെല്ല് ചെയ്യും. സോ ഷോർട്ട് സെല്ലിംഗ് നടക്കുന്നത് എപ്പോഴും ഒരു ബെയറിഷ് മാർക്കറ്റിലാണ്. സോ ബെയറിഷ് മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റർ എൻ്റർ ചെയ്യുമ്പോൾ ഷെയറിൻ്റെ പ്രൈസ് ഹൈ ആണെങ്കിൽ അത് കുറയാനായിട്ട് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ ഷോർട്ട് സെല്ലിംഗ് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് വെയിറ്റ് ചെയ്യാതെ ആദ്യമേ തന്നെ ഷെയർസ് സെല്ല് ചെയ്തിട്ട് പ്രൈസ് കുറയുമ്പോൾ അത് തിരിച്ച് ബൈ ചെയ്ത് അങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കും. സോ ഷോർട്ട് സെല്ലിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷെയറിന് 150 രൂപ വില വരുന്ന 100 ഷെയർ സെല്ല് ചെയ്യും, അതായത് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കും. അതിനുശേഷം ഈ ഷെയറിൻ്റെ വില കുറഞ്ഞ് 130 ആയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഈ ഷെയർസ് തിരിച്ച് വാങ്ങും, അതായത് ഒരു ലോങ് പൊസിഷൻ എടുക്കും. സോ വിറ്റപ്പം 150 രൂപയായിരുന്നു, വാങ്ങിയപ്പോൾ 130 രൂപയും. സോ 20 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സെല്ലിംഗ് വഴിയുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോഴത്തെ പുതിയ സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇൻട്രാഡേ ട്രേഡിൽ മാത്രമേ ഷോർട്ട് സെല്ലിംഗ് സാധിക്കുകയുള്ളൂ. അതായത് അന്നത്തെ വർക്കിംഗ് ഹവേഴ്സിൽ തന്നെ സെല്ല് ചെയ്ത് അത്രയും ഷെയർസ് തന്നെ ബൈ ചെയ്തിരിക്കണം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 9:15 AM to 3:30 PM ആണ്. സോ ഇതിൻ്റെ ഇടയിൽ തന്നെ ഷോർട്ട് സെല്ലിങ്ങിൻ്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ദിസ് വോളിയം ഓഫ് ഷോർട്ട് സെയിൽസ് ഇൻ ദ മാർക്കറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മാർക്കറ്റ് ഇൻഡിക്കേറ്റർ. ആസ് എ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ഷോർട്ട് സെല്ലിംഗ് ഇസ് കോൾഡ് ഷോർട്ട് ഇൻട്രസ്റ്റ്. സോ ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ചെയ്യുന്നത്, പല സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായിട്ട് പല ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. സോ ഇങ്ങനെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ആവാം, അങ്ങനെ ആ മാർക്കറ്റിൻ്റെ ഡിമാൻഡൊക്കെ ഇൻക്രീസ് ചെയ്യാം. ഏത് ഷെയർസ് ആണോ ഇങ്ങനെ ഷോർട്ട് സെല്ല് ചെയ്തിട്ട് തിരിച്ച് വാങ്ങുന്നത് ആ ഷെയർസിൻ്റെയൊക്കെ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് റൈസ് ചെയ്യാം. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഷോർട്ട് സെല്ല് നമുക്കൊരു മാർക്കറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഈ ഷോർട്ട് സെല്ലിംഗ് ആക്ടിവിറ്റി ഒരു മാർക്കറ്റ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ കാൽക്കുലേഷൻ ഓഫ് ഷോർട്ട് ഇൻട്രസ്റ്റ് റേഷ്യോസ്. Monthly short selling volume is related to the average daily volume for the preceding month. That is, monthly short selling volume is divided by average daily volume to give a ratio which indicates how many days of trading it would take to cover up the total short sales. സോ മാർക്കറ്റ് ഹൈ ആയി നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഈ ഷോർട്ട് സെല്ലിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും ഏർപ്പെടുന്നത്. സോ എത്ര നാളാണ് ഈ ഷോർട്ട് സെയിൽ ആക്ടിവിറ്റി നീണ്ടു നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നടത്തുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ ഇപ്രകാരമാണ്: total number of shares that is short sold divided by the average daily volume of a month. അതായത് എത്ര ഷെയർസ് ആണോ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്തത് അതേ ഡിവൈഡഡ് ബൈ ഒരു മാസത്തെ ഡെയിലി ആവറേജ് വോളിയം. ആൻഡ് വെൻ ദ റേഷ്യോ ഇസ് ലെസ് ദാൻ 1 the market is considered to be weakening or overbought. A decline should follow sooner or later. Values above 1.5 are considered to indicate that the market is oversold and is likely to turn bullish shortly. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ 1 ആണെങ്കിൽ അല്ലെങ്കിൽ 1ന് താഴെയാണെങ്കിൽ അത് മാർക്കറ്റ് വീക്കനിങ്ങിനെയാണ് കാണിക്കുന്നത്. അതായത് ഉടൻ തന്നെ ഒരു ഡിക്ലൈനിന് സാധ്യതയുണ്ടെന്നാണ് ആ ഒരു റേഷ്യോ സൂചിപ്പിക്കുന്നത്. അതേസമയം 1.5ന് എബവ് ആണെങ്കിൽ വീണ്ടും പ്രൈസ് റൈസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത്. അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡാണ് സിഗ്നൽ ചെയ്യുന്നത്. റേഷ്യോ 1ന് താഴെയാണെങ്കിൽ ഓവർബോട്ട് കണ്ടീഷനും റേഷ്യോ 1.5ന് മുകളിലാണെങ്കിൽ ഓവർസോൾഡ് കണ്ടീഷനുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ വി ഐഡൻറ്റിഫൈ ദ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് യൂസിങ് ഷോർട്ട് ഇൻട്രസ്റ്റ് റേഷ്യോ ആസ് എ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ.
So the next market indicator is odd lot index. Small investors are presumed to buy smaller number of shares than the normal trading lot of 100 shares. These are known as odd lots, and the buyers and sellers of the odd lots are called odd lotters. Technical analysts believe that the odd lotters are inclined to do the wrong thing at critical turns in the market because of their presumed lack of sophistication. സോ ഒരു മാർക്കറ്റിൽ വലിയ ഇൻവെസ്റ്റേഴ്സും ഉണ്ടാവും, ചെറിയ ഇൻവെസ്റ്റേഴ്സും ഉണ്ടാവും. ഷെയർ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് വലിയ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലാർജ് ഓർ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് നമ്മൾ പറയുന്നത്. സോ നോർമലി ലാർജ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 100 ഷെയർസ് അല്ലെങ്കിൽ അതിന് എബോവ് ആയിട്ടുള്ള ഒരു ലോട്ടായിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. സോ അതിന് താഴെ കുറച്ച് നമ്പർ ഓഫ് ഷെയർസ് പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നതിനാണ് ഓഡ് ലോട്ട്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഓഡ് ലോട്ട്സിൽ ഏർപ്പെടുന്ന ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും വിളിക്കുന്ന പേരാണ് ഓഡ് ലോട്ടേഴ്സ് എന്നുള്ളത്. സോ അങ്ങനെയുള്ള ഓഡ് ലോട്ടേഴ്സിൻ്റെ ഒരു ഇൻഡെക്സ് ആണ് ഈ ഓഡ് ലോട്ട് ഇൻഡെക്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഓഡ് ലോട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ഇൻവെസ്റ്റേഴ്സ് ആണ്. സോ അവർക്ക് മാർക്കറ്റിൻ്റെ പല കണ്ടീഷൻസും മൂവ്മെൻറ്റ്സും ഒന്നും അറിയാൻ സാധിക്കില്ല. സോ ടെക്നിക്കൽ അനലിസ്റ്റ് കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ചിലപ്പോൾ ഈ ഓഡ് ലോട്ടേഴ്സ് റോങ് ഡിസിഷൻസ് എടുക്കാം എന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലാർജ് ഇൻവെസ്റ്റേഴ്സിന് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് അറിയാം. അതായത് പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ അവർ സെല്ല് ചെയ്യും, പ്രൈസ് ലോ ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ ബൈ ചെയ്യും. പക്ഷേ ഓഡ് ലോട്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് മാർക്കറ്റിൻ്റെ കറക്റ്റ് മൂവ്മെൻറ്റ്സ് ഒന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവർ ഓപ്പോസിറ്റ് ആക്ഷൻസ് എടുക്കാം. പ്രൈസ് ഹൈ ആയി നിൽക്കുന്ന സാഹചര്യത്തിൽ ബൈ ചെയ്യും, പ്രൈസ് ലോ ആയി നിൽക്കുന്ന സാഹചര്യത്തിൽ സെല്ല് ചെയ്യും. സോ ചില ക്രിട്ടിക്കൽ സ്റ്റേജസിലും ഇങ്ങനെ റോങ് പർച്ചേസസും സെല്ലിങ്ങും നടത്താനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഓഡ് ലോട്ടേഴ്സിൻ്റെ പർച്ചേസും സെയിൽസും കമ്പയർ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഓഡ് ലോട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ കാൽക്കുലേഷൻ ഓഫ് ആൻ ഓഡ് ലോട്ട് ഇൻഡെക്സ്. ആൻ ഓഡ് ലോട്ട് ഇൻഡെക്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ റിലേറ്റിംഗ് ദ ഓഡ് ലോട്ട് പർച്ചേസസ് ടു ഓഡ് ലോട്ട് സെയിൽസ്. An odd lot index is obtained by dividing the odd lot purchases by odd lot sales. സോ ഇവിടെ നമ്മൾ ടോട്ടൽ പർച്ചേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് കൊണ്ടാണ് ഓഡ് ലോട്ട് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻ ഇൻക്രീസ് ഇൻ ദ ഇൻഡെക്സ് സജസ്റ്റ് റിലേറ്റീവ്ലി മോർ ബൈയിങ് ആക്ടിവിറ്റി ആൻഡ് വൈസ് വേഴ്സ. സോ ഇങ്ങനെ ഓഡ് ലോട്ട് പർച്ചേസസും ഓഡ് ലോട്ട് സെയിൽസും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻഡെക്സിലെ വാല്യൂസ് ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊരു ബൈയിങ് ആക്ടിവിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഇൻഡെക്സ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഓഡ് ലോട്ട് ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിൻ്റെ കറക്റ്റ് മൂവ്മെൻറ്റ്സ് ഒന്നും അറിയത്തില്ല. അപ്പോൾ ചിലപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ഇവർ റോങ് ഡിസിഷൻസ് എടുക്കാം. ഷെയർസ് വിൽക്കേണ്ട സമയത്ത് വാങ്ങും, വാങ്ങേണ്ട സമയത്ത് വിൽക്കും, അങ്ങനെ റോങ് ഡിസിഷൻസ് ഒക്കെ ഇവർ എടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബുൾ മാർക്കറ്റിൽ പ്രൈസ് ഹൈ ആയി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ഇൻവെസ്റ്റേഴ്സ് ആക്ച്വലി അത് സെല്ല് ചെയ്യുകയാണ് ചെയ്യാറ്. ബട്ട് ഓഡ് ലോട്ടേഴ്സിന് അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവർ ഓപ്പോസിറ്റ് ആക്ഷനാണ് എടുക്കുന്നത്, അവർ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവരവിടെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇൻക്രീസ് അനുസരിച്ച് ഇവിടെ ഇൻഡെക്സും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ നോർമലി ഒരു മാർക്കറ്റ് ബുള്ളായി നിൽക്കുമ്പോൾ സെല്ല് ചെയ്ത് ആ പ്രൈസ് കുറഞ്ഞ് അങ്ങനെ അത് ഡിക്ലൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഓഡ് ലോട്ട് ഇൻഡെക്സിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും ഡിക്രീസ് ചെയ്യുമ്പോൾ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. So this is how we identify the overall market trend using an odd lot index. So in this session we discussed the next two market or technical indicators, that is short interest and odd lot index. Hope all are clear with the topic. Thank you.